പ്രിയപ്പെട്ടവരെ, ജീവവൃക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം എല്ലാവരെയും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാവരും നിറയട്ടെ. പ്രഭാഷകൻ്റെ പുസ്തകം 4-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം വായിക്കുകയാണ്. നിങ്ങളത് കേൾക്കണം. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവൻ ആനന്ദം കൊണ്ട് നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്ന കർത്താവിനാൽ അനുഗ്രഹീതം. അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും. അവൻ്റെ സന്തതികൾക്കും അവൾ അധീനനായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. ഞാനത് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നെ ക്ലിഷ്ടമാർഗത്തിലൂടെ ദൈവം നയിച്ചതാണ്. ആ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിച്ചപ്പോൾ അനേക കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. ആ സമയത്തും കർത്താവ് സ്വർഗത്തിൻ്റെ ദൂതന്മാർ പരിശുദ്ധ അമ്മയെല്ലാം വലിയ സുഗന്ധാഭിഷേകം നൽകി അനുഭവിച്ച അനുഭവങ്ങളുണ്ട്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിക്കുകയാണെങ്കിൽ ഞാനത് പറയും, നിങ്ങൾക്ക് കേൾക്കാം ജീവിതാനുഭവങ്ങളിലൂടെ. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വസിക്കുന്നത് വരെ അവനെ ശിക്ഷണത്തിൽ അവനെ പീഡിപ്പിക്കും. അവനിൽ വിശ്വസിക്കുന്നത് വരെ, ദൈവത്തിൽ വിശ്വസിക്കുന്നത് വരെ, വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. ശാസനകൾ ദൈവം തന്നുകൊണ്ടിരിക്കും. അവൾ ശാസനകൾ തന്നുകൊണ്ടിരിക്കും. തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കും. നേർവഴി കാട്ടണമെങ്കിൽ ആദ്യം അല്ലെങ്കിൽ ഹാദത്തിന് ഉപയോഗിക്കാൻ പറ്റിയതുപോലെ സംഭവിക്കും. അതുകൊണ്ടാണ് ക്ലിഷ്ടമാർഗത്തിലൂടെ നയിച്ച് അവരെ ആ വഴിയിലേക്ക്, അതിനുശേഷം അവർ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ് നേർവഴി കാട്ടി തന്നത് കർത്താവ്. അവന് തൻ്റെ രഹസ്യങ്ങൾ, അത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ്, അതെനിക്ക് ആ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിച്ച് എനിക്ക് നേർവഴി കാട്ടി തന്നത്. അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. പ്രിയപ്പെട്ടവർ, അനേകർ സുവിശേഷ പ്രസംഗികരും അനേകം സുവിശേഷം കേട്ടവരും ഒക്കെ വഴിതെറ്റിപ്പോകാൻ കാരണം അതുകൊണ്ടാണ്. അവളെ മുറുകെ പിടിക്കാത്തതുകൊണ്ടാണ്. ആ ജീവവൃക്ഷത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളുടെ സ്വരം കേൾക്കാത്തത് കൊണ്ടാണ്. അവൾ പറയുന്നതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്നെങ്കിൽ അവന് അവരെ ദൈവം ശക്തമായി ഉയർത്തിയേനെ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ വായിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ജീവൻ്റെ മാർഗം എന്ന് പറഞ്ഞൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. 12 മുതൽ തിരുവചനങ്ങൾ, 4-ാം അധ്യായം 12 മുതൽ തിരുവചനങ്ങൾ 19 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. ഈ പറഞ്ഞ ചാനൽ നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുക. ഈ വചനവും വായിക്കുക. ഈ വചനത്തിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. അനേകം ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോശയെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിച്ചതാണ്. ദാവീദിനെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിച്ചതാണ്. എല്ലാവരെയും ക്ലിഷ്ടമാർഗത്തിലൂടെ നയിച്ചിട്ടുണ്ട്. ആ ക്ലിഷ്ടമാർഗം നയിച്ചവർക്ക് മാത്രമേ പിന്നീട് അവിടെ, കാരണം ജീവവൃക്ഷത്തിൻ്റെ ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, അവിടെ കറങ്ങുന്ന ഒരു വാളും അവിടെ സ്ഥാപിച്ച് അവിടെ ഒരു കെരൂബിനെ നിർത്തി. ആരും ആവശ്യമില്ലാതെ അതിൽ കയറരുത്. എല്ലാം ക്ലിഷ്ടമാർഗത്തിലൂടെ കടന്ന് മാത്രം പോയാൽ മതി. അതുകൊണ്ടാണ് ഹല്ലേലൂയ. വിശേഷം പ്രസംഗിച്ചാലും കുശുർബാന സ്വീകരിച്ചാലും നമ്മൾ നാശത്തിലേക്ക് പോകാതിരിക്കാനാണ് കർത്താവ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ സ്വീകരിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും ഭക്തിയോടെയും വിശുദ്ധിയോടും കൂടെ ദൈവം അർപ്പിച്ച ബലി നമ്മളും സ്വീകരിക്കുവാനും നമ്മളും അർപ്പിക്കുവാനും നമ്മൾ തയ്യാറാകണം. അതിലൂടെ പങ്കെടുക്കുമ്പോൾ ദൈവം വലിയ അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ദൈവമേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ. വീണ്ടും 6:19 പ്രഭാഷകൻ 6:19 എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. പ്രഭാഷകൻ 6-ാം അധ്യായം 19 മുതൽ 18 മുതൽ വായിച്ചു. 18 മുതൽ 37 വരെ വായിക്കുക. അത് വലിയ അനുഗ്രഹമായിരുന്നു. 24-ാം അധ്യായത്തിൽ പ്രധാനമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം വായിച്ചു തന്നെ. എന്തെന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. നമ്മളിൽ ഒരു ദിവസം മുഴുവൻ 24 അല്ലെങ്കിൽ 12 മണിക്കൂർ മുഴുവൻ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത്
ആദ്യം അവളുടെ വയലിൽ അല്പനേരം അധ്വാനിക്കുക. അവളുടെ ജ്ഞാനത്തിൻ്റെ വയലിൽ അല്പനേരം അധ്വാനിച്ച് ദിവസത്തിൻ്റെ ആദ്യ സമയം ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ബലിയിലും ജപമാലയിലും വാഗ്ദാനങ്ങൾ വായിക്കുന്നതിലും വചനം വായിക്കുന്നതിലും പാപങ്ങൾ ഏറ്റുപറയുന്നതിനൊക്കെ നമ്മൾ സമയം കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ജീവവൃക്ഷത്തിലൂടെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുർബാന കണ്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല, അത് വിശുദ്ധിയോടുകൂടി സ്വീകരിക്കണം. ജപമാലയിൽ ചെല്ലുമ്പോഴും അത് ഭക്തിയോടുകൂടി ചെല്ലണം. കർത്താവ് സ്ഥാപിച്ച സമയത്ത് തന്നെ 3 മണി ആണ് കർത്താവ് കുരിശിൽ മരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിൻ്റെ കുരിശുമരണം കർത്താവ് സംസാരിക്കും. ആ സമയത്ത് പ്രാർത്ഥിക്കുന്നവരിലൂടെ കർത്താവ് സംസാരിക്കും. വലിയ കാര്യങ്ങൾ, വലിയ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. അതിനുവേണ്ടിയാണ് ആ സമയം വെച്ചത്. കാരണം ആരും ശല്യം ചെയ്യാത്തൊരു സമയത്ത്, എല്ലാവരും നിശബ്ദതയിൽ ഉറങ്ങുന്ന സമയത്ത് 4-ാം യാമത്തിൽ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ, കർത്താവ് അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നു. 3-ാം യാമത്തിൽ പ്രത്യേകമായി അതിരാവിലെ ഉണർന്ന് അല്ലെങ്കിൽ പോയി എന്ന ഇതിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ടാകും. എന്നാൽ അവളുടെ വയലിൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. പ്രഭാഷകൻ 4:24 പറയുന്നത്, നിൻ്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിൻ്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. നിൻ്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ. ഞാനും നിങ്ങളുടെ കാലുകളെ ബന്ധിക്കണം. നിങ്ങൾ തിന്മയിൽ പോകാതെ, പാപത്തിൽ പോകാതെ കാലുകൾ ബന്ധിക്കണമെങ്കിൽ അവളുടെ ചങ്ങല നീ അണിയണം. നിൻ്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ, നിൻ്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. കഴുത്ത് ചങ്ങല അണിയുക എന്ന് പറഞ്ഞ് ജപമാല ഇടുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ദൈവം സംസാരിച്ച് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സിസ്റ്റേഴ്സൊക്കെ നിങ്ങൾ നോക്കി എല്ലാവരുടെ കയ്യിൽ ജപമാല ഉണ്ടാവും, വൈദികരുടെ കയ്യിലും ഉണ്ടാവും. അത് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് ചെയ്യുന്നത്. ജപമാല കർത്താവ് കൊടുത്ത ഒരു ചങ്ങലയാണ്, അവർ കൊടുത്തൊരു ചങ്ങലയാണ്. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങൾ 8:34 പറയുന്നുണ്ട്, എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തുനിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. ആരാ ഭാഗ്യവാൻ? ലോട്ടറി അടിക്കുന്നവനല്ല, കോടികൾ കിട്ടുന്നവനല്ല ഭാഗ്യവാൻ. ആ കോടികളെല്ലാം ദൈവത്തിന് തരാനായിട്ട് കഴിയും. എൻ്റെ പടിവാതിൽക്കൽ അനുദിനം, ഒരു ദിവസം മുടക്കരുത്, അനുദിനം കാത്തു നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം ചിലപ്പോൾ സുഖമില്ലാതെയൊക്കെ വയ്യാതെ കിടന്നുകൊണ്ടാണെങ്കിൽ നമ്മൾ ആ ജീവവൃക്ഷത്തെ പിടിക്കണം. അപ്പോൾ ഭർത്താവ് പറയുകയാണ്, എൻ്റെ പടിവാതിൽക്കൽ അനുദിനം കാത്തു നിന്ന് എൻ്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എൻ്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അവൻ വാതിൽക്കൽ പതിയിരിപ്പുണ്ട്. ആരാണെന്നറിയാമോ? അതിനെ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അവൻ വാതിൽക്കൽ പതിയിരിപ്പുണ്ട്. ഈ ജീവവൃക്ഷത്തെ പിടിക്കാത്തവരെ കണ്ടെത്താനായിട്ട് മറ്റവനും വാതിൽക്കൽ പതിയിരിപ്പുണ്ട്. ഉൽപ്പത്തി 4:6 അത് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജീവവൃക്ഷത്തിൽ പിടിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കൃപകൾ നിറയട്ടെ. പ്രതിസാലുള്ള ജീവിതം അവർക്കെല്ലാം ലഭിക്കട്ടെ. പ്രഭാഷകൻ 39:5 മറ്റൊരു വലിയ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. ഭയങ്കര താല്പര്യത്തോടെ എഴുന്നേൽക്കുകയാണ്. ഗർഭക്ഷീണം മൂലം കിടന്നുറങ്ങിപ്പോകാം, 5 മിനിറ്റ്, അരമണിക്കൂറൊക്കെ താമസിച്ചു പോകാം. സാധാരണ മാനുഷികമായ നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കും, അങ്ങനെയൊക്കെ വരും. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കും. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാനാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്. അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. വചനം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ ആ വചനം അനുസരിച്ച് ജീവിതത്തെ കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും പറയുകയാണ് 16:27. ഞാനും 16:27 ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. ആദ്യം ഒരു കൽപ്പന കൊടുത്തതിന് മുമ്പ് കർത്താവ് ഇത് പറഞ്ഞിട്ടാണ്. ആ കൽപ്പന ഞാൻ ആദ്യം ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അഗ്നിയിൽ ഇട്ടാൽ പോലും കത്തിപ്പോകാത്തത് അരുണോദയത്തിൽ ഉരുകി എന്നാണ് പറയുന്നത്. പ്രഭാതത്തിലെ പ്രാർത്ഥനയിൽ അതെല്ലാം ഉരുകി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അരുണോദയത്തിൽ പ്രാർത്ഥിച്ചാൽ അത് ഉരുകിപ്പോകുന്ന ലഭിക്കുമെന്നാണ്, പ്രാർത്ഥന ഉത്തര കിട്ടുമെന്നാണ് അതിൻ്റെ ഉത്തരാർത്ഥം. പ്രഭാഷകൻ 32:14 പറയുന്നു, പ്രഭാതത്തിലുണ്ടെന്ന് അവിടുത്തെ അന്വേഷിക്കുന്നതിന് കൃപ ലഭിക്കും. ദൈവത്തിൻ്റെ കൃപ ലഭിക്കാത്തതിന് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രഭാതത്തിലൊന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് ദൈവത്തിൻ്റെ വലിയ കൃപകൾ കൊണ്ട് നിറയും. കൃപ നിറയാത്തതിരിക്കല്ല, കാരണം വാഗ്ദാനപ്രകാരമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം വചനത്തിലത് പറഞ്ഞിട്ടുണ്ട് കൃപ ലഭിക്കുമെന്ന്. അതുകൊണ്ട് തീർച്ചയായും അത് ലഭിക്കും. ഇത് അനേകരിൽ നിന്ന് ഈ പുസ്തകങ്ങൾ തന്നെ മറച്ചു വച്ചിരിക്കുക ദൈവം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, അവിടെ ക്ലിഷ്ടമാർഗത്തിൽ പോകാതെ അവർ വചനം വായിക്കാതെ
ഇത് സത്യം തിരിച്ചറിയാതെ പാപത്തിൽ മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അവരെക്കുറിച്ച് ദൈവത്തിന് എല്ലാവരെക്കുറിച്ച് നല്ല പദ്ധതികളുണ്ട്. ദൈവം അവരെല്ലാം അതിലേക്ക് നയിക്കും. ഹല്ലേലൂയ. ലൂക്ക, ഞാൻ വചനത്തിൽ മറ്റൊരു ഭാഗം വായിക്കാം. ലൂക്കയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 14-15 തിരുവചനങ്ങളെയും വായിക്കാം. യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമയപ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. എപ്പോഴാണെന്നറിയുമോ? മരുഭൂമിയിലെ വലിയ പീഡനങ്ങൾക്ക് ശേഷമാണ്. അവൻ ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളെല്ലാം വ്യാപിച്ചു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും അവനെ പുകഴ്ത്തി. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യം, ശിഷ്യന്മാരുടെ കാര്യം കൂടി ഞാൻ വായിക്കാം. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തെ സേവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടെടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റെതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് മീൻ പിടിക്കാൻ വലയിറക്കുക. കർത്താവ് വചനം പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് മീൻ പിടിക്കാൻ വലയിറക്കാൻ. ശിമയോൻ പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. വല പൊക്കാൻ പറ്റാത്ത രീതിയിൽ നിറയെ മത്സ്യം കിട്ടി. എങ്ങനെയാണ് മത്സ്യം കിട്ടിയത്? കർത്താവിൻ്റെ സ്വരം കേട്ട്. ഞാൻ പറഞ്ഞില്ലേ, 3 മണിക്ക് കർത്താവ് സംസാരിക്കും. എല്ലാ സമയത്തും കർത്താവ് സംസാരിക്കും. കർത്താവിന് പ്രത്യേക സമയമാണ് രാത്രിയിൽ 3 മണി സമയം. കർത്താവ് പറയുകയാണ്, ഇനി അവർ രക്ഷയില്ല, മരിച്ചുപോയി എന്ന് വിചാരിച്ച് അവർ പഴയ പണിക്ക് തന്നെ പോയി, മീൻ പിടിക്കാൻ പോയി. പക്ഷേ മീൻ പിടിക്കാൻ പോയിട്ട് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് ഒരൊറ്റ മത്സ്യം ചില്ലിപ്പരട് പോലെന്നാണ് ഞങ്ങൾ പറയുക, അതുപോലും ലഭിച്ചില്ല. അവസാനം അവരോട് പ്രസംഗിച്ചു. അവരുടെ വള്ളത്തിൽ കയറിയെന്ന് അവരുടെ ഹൃദയത്തിലേക്ക് കർത്താവ് കടന്നു വന്നു. അവരുടെ അടുത്തേക്ക് കടന്നു വന്നു. അവരുടെ വലതുകരം പിടിച്ചിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. അപ്പോഴാണ് അവർ പറയുന്നത്, ശിഷ്യന്മാർ പറയുന്നത്, ഞങ്ങൾക്ക് രാത്രി മുഴുവൻ എന്താ വെച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിൻ്റെ സ്വരം കേട്ട് ഞാൻ ചെയ്യാം. കർത്താവ് പറയുന്നത് ചെയ്തപ്പോൾ അവർക്ക് വല കീറത്തക്ക വിധത്തിൽ നിറയെ മത്സ്യം കിട്ടി. അടുത്തുള്ളവരെയും വിളിച്ചു കൂട്ടിയിട്ടാണ് അവർ മത്സ്യം എടുത്ത് കൊണ്ടുപോവുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർത്ത് അധ്വാനിച്ചാൽ ദൈവം നമ്മുടെ വല നിറയെ മത്സ്യം കിട്ടും. 153 മത്സ്യം കിട്ടിയെന്ന് സുവിശേഷങ്ങളിലും മറ്റു ഭാഗങ്ങളിൽ പറയുന്നുണ്ടത്. അത് ജപമാലയെക്കുറിച്ചുള്ള സൂചന കൂടിയാണ് തരിക. 153 ജപമാല എന്ന് നമ്മൾ പറയാറുണ്ട്. 153 മത്സ്യം കിട്ടിയെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അതിലെല്ലാം ദൈവത്തിൻ്റെ സൂചനകളാണ് അതിലുള്ളത്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ 153 മത്സ്യം തന്നെ കിട്ടുന്നത് അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലുണ്ട് അതിൽ. അത് അന്നത്തെ മനുഷ്യർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീടുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ദൈവം പ്രാർത്ഥിക്കുന്ന ജീവവൃക്ഷത്തെ പിടിക്കുന്നവർക്ക് കർത്താവിൻ്റെ വെളിപ്പെടുത്തി തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അധ്വാനത്തിൽ ഫലം കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം നമ്മൾ ജീവവൃക്ഷത്തെ പിടിക്കാത്തതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കെല്ലാം കർത്താവേ, ഞങ്ങൾക്കെല്ലാം അങ്ങയുടെ കരുണയും വിശ്വസ്തയും പ്രതി അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾക്കെല്ലാം കർത്താവേ, ഞങ്ങൾക്കെല്ലാം അങ്ങയുടെ കരുണയും വിശ്വസ്തയും പ്രതി അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വലിയ കൃപ കൊണ്ട് നിറയ്ക്കുന്നു. അനേകം ഈ ചാനലിൽ കാണുന്ന അനേകരെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വ്യക്തി തീരുമാനമെടുക്കുകയാണ് പ്രഭാതത്തിൽ സൂര്യനോദയത്തിന് മുൻപുണർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ജീവവൃക്ഷത്തെ പിടിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലും വിശുദ്ധ ബലി പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും വാഗ്ദാനങ്ങൾ വായിക്കുന്നതിലും പാപങ്ങൾ ഏറ്റുപറയുന്നതിലെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഒരു സഹോദരൻ തീരുമാനമെടുക്കുകയാണ്. അവന് വലിയൊരു സുവിശേഷ പ്രവർത്തകനായി മാറി. അന്ത്യകാലഘട്ടത്തിൽ വലിയൊരു സുവിശേഷ പ്രവർത്തകനായി കർത്താവിനെ മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, പഠിക്കുന്ന അനേകം കുട്ടികളെ ചാനൽ കാണുവാനായിട്ട് മാതാപിതാക്കൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ മാതാപിതാക്കളും ആ കുടുംബവും തന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. കർത്താവ് തരുന്ന ഒരു ചിന്തയാണ് ഞാൻ പങ്കുവച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന. ആരൊക്കെ അങ്ങനെ പരിശ്രമിക്കുന്നവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഒരു
കുരുടന് കർത്താവ് കാഴ്ച കൊടുക്കുകയാണ്. ഹാലലിയ ഹാലലിയ ഹാലലിയ. കുരുടൻ എന്ന് പറയുമ്പോൾ ദൈവവചനം സേവിക്കാൻ സാധിക്കാത്തൊരു മനുഷ്യന് കർത്താവ് വചനം കൊടുത്ത് അവനെ അനുഗ്രഹിക്കുകയാണ്. ജീവവൃക്ഷത്തിലേക്ക് പിടിക്കാനായിട്ട് അവനെ കൃപ കൊടുക്കുകയാണ്. ഹാലലിയ ഹാലലിയ ഹാലലിയ. ദൈവമേ ആരാധന ആരാധന. അവനെ അനുഗ്രഹിക്കണമേ, മകനെ അനുഗ്രഹിക്കണമേ കർത്താവേ. നന്ദി. ഹാലലിയ ഹാലലിയ. ദൈവമേ ആരാധന 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 ആരാധന. വിവാഹ തടസ്സം അനുഭവിക്കുന്ന 6 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ ചാനൽ കാണാനായിട്ട് ആരൊക്കെ പ്രേരിപ്പിക്കുന്നവരുടെ 6 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വിവാഹ ജീവിതത്തിന് വേണ്ടി. വിവാഹ ജീവിതം ലഭിക്കാത്ത ആൺകുട്ടികളാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി കർത്താവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി കർത്താവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ബുദ്ധി ഭ്രമമുള്ള ഒരു കുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗർഭധാരണത്തിൽ അവന് മനസ്സിന് മുറിവേറ്റത് മൂലം ചില മുറിവുകളാണ്. ആ മുറിവുകളിലേക്ക് യേശുവിൻ്റെ കാൽവരിക്കുന്നൊഴുകിയ രക്തം, ഉൾക്കിരീടത്തിൽ നിന്നൊഴുകിയ രക്തം, ലാവിൽ നിന്നൊഴുകിയ രക്തം, ചമ്മട്ടിയടിയേറ്റപ്പോൾ ഒഴുകിയ രക്തം, പൊങ്കാലത്തെ പ്രാവശ്യപ്പോൾ ഒഴുകിയ രക്തം എല്ലാം ഒഴുകി വീഴട്ടെ. ഹാലലിയ ഹാലലിയ. കുരിശിൽ മരിച്ചപ്പോൾ ലുങ്കിമോസിൻ്റെ മേൽ വീണ രക്തവും വെള്ളവും ഒഴുകി വീഴട്ടെ. ആ കുഞ്ഞുങ്ങളെ ഈ അത്ഭുതങ്ങൾ സംഭവിച്ച എല്ലാവരിലേക്കും ദൈവം ഒഴുകട്ടെ. ഹാലലിയ ഹാലലിയ. ദൈവമേ ആരാധന ആരാധന കർത്താവേ നന്ദി. ഹാലലിയ ഹാലലിയ. ദൈവമേ നല്ല മഹത്വം അങ്ങേക്ക്. ഹാലലിയ 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 ഹാലലിയ. ഒരു സിസ്റ്റർ സഹോദരിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്, കൃപ കൊണ്ട് നിറയ്ക്കുന്നുണ്ട്, വലിയ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. ഹാലലിയ ഹാലലിയ. കർത്താവിന് സമയം കൊടുക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. ഹാലലിയ ഹാലലിയ. ദൈവമേ ആരാധന ആരാധന കർത്താവേ, മഹത്വം കർത്താവേ നന്ദി. ഹല്ലേലൂയ. വിദേശ രാജ്യത്തുള്ള ഒരു സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പല വിധത്തിലും അനുഗ്രഹിക്കണം അവനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന ആരാധന. ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ഒരു മകനെയും അവൻ്റെ കുടുംബത്തെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കാൻ പോവാണ്. അനുഗ്രഹിച്ച് തുടങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനം എല്ലാവരും കേൾക്കുവാനായിട്ട് അങ്ങടെയാക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ജപമാലയോട് താല്പര്യമില്ലാത്ത ഒരു സഹോദരന് ജപമാല എഴുതാനായിട്ട് ജീവവൃക്ഷത്തിൽ പിടിക്കാനായിട്ട് കർത്താവ് കൃപ കൊടുക്കുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന 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 കർത്താവേ നന്ദി. ഹല്ലേലൂയ. പാപങ്ങളെല്ലാം ഏറ്റുപറയാനായിട്ട് ആ മകനോട് കർത്താവ് പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി കർത്താവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ മകനെ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കർത്താവ്. ഒരുപാട് പാപങ്ങൾ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ, അതായത് കൊല്ലാൻ തന്നെ ശ്രമിച്ച ഒരു സഹോദരനാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നും ശുർബാനയിലോ ജമാലിലോ ഒന്നും താല്പര്യമില്ല, വിശ്വാസമില്ല, പാപത്തിൽ തന്നെ ആവാൻ കഴിയുന്നു. പക്ഷേ അവനെ കർത്താവ് സുഖപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലേഖ്യൻ ബാധിച്ച വാലിനെ സുഖപ്പെടുത്തി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 18 വർഷമായി അശുദ്ധാത്മാവ് സ്ത്രീയെ സുഖപ്പെടുത്തിയതുപോലെ ഒരു കുടുംബത്തെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. കുടുംബജീവിതത്തിൽ സമാധാനം ലഭിക്കാത്ത ഒരു കുടുംബത്തെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ആരാധന ആരാധന കർത്താവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ നന്ദി. സ്വർഗസ്വനായ ഞങ്ങളുടെ ദാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധ മറിയമേ ദൈവത്തിൻ്റെ മാതാവേ, ഭാവിലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാ ജീവവൃക്ഷ ചാനൽ കാണുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കൃപ കൊണ്ട് നിറയട്ടെ, ജ്ഞാനം കൊണ്ട് നിറയട്ടെ. സാമ്പത്തികം ഞെരുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് അവയെ പഠിക്കാൻ കഴിയാത്തവർക്ക് പഠിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ ആരാധന ആരാധന കർത്താവേ നന്ദി. Praise Jesus, glory Jesus, thank you Jesus, glory, hallelujah.